Hi students, so today we are starting a fifth module and the first section of sixth module is about CRO and DSO and the second section is waveform analyzing instruments. Okay, so today we'll be learning CRO, that is everything related to CRO will be completed today. സോ CRO എന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ആണെന്ന് നമുക്കറിയുന്ന കാര്യമാണ്. നിങ്ങൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, സോ നമുക്ക് CROയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങളുടെ ഈ ഫിഫ്ത്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതായത് CROയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ CRO വെച്ചിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് നടത്തുന്നത്, ഇങ്ങനെയുള്ള ടോപ്പിക്സാണ് CRO റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ CRO പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് അനലോഗ് സ്റ്റോറേജ് ആൻഡ് സാമ്പിളിംഗ് ഓസിലോസ്കോപ്സിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് പഠിക്കണം. അതിനുശേഷം വേവ് ഫോം അനലൈസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കുറച്ച് പഠിക്കാനുണ്ട്. ഇത്രയാണ് നിങ്ങളുടെ ഫിഫ്ത്ത് മോഡ്യൂളിലുള്ളത്. ഓക്കെ, സോ നമുക്കിന്ന് CROയെ കുറിച്ച് പഠിക്കാം. സോ cathode ray oscilloscope is a multi-purpose display instrument which is used for the observation, measurement and analysis of waveform. നമുക്കറിയുന്ന കാര്യമാണ്, നമുക്ക് വേവ് ഫോംസിനെ അനലൈസ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ വേവ് ഫോംസിനെ മെഷർ ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പിൽ നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് കാണും, അതിൽ നമുക്ക് വേവ് ഫോംസിനെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അതിൽ കാണുന്ന വേവ് ഫോംസിനെ നമുക്ക് അനലൈസ് ചെയ്യാനും ആ വേവ് ഫോംസിനെ മെഷർ ചെയ്യാനും നമുക്ക് CRO ഉപയോഗിച്ച് നടക്കും. ഓക്കെ, സോ എ മൂവിങ് ലൂമിനസ് സ്പോട്ട് ദാറ്റ് മൂവ്സ് ഓവർ ദ ഡിസ്പ്ലേ ഏരിയ ഇൻ റെസ്പോൺസ് ടു ദ ഇൻപുട്ട് സിഗ്നൽ. അതായത് CROയുടെ വർക്കിംഗ് പറയുന്ന സമയത്ത്, അതായത് ഒരു നമ്മുടെ ഡിസ്പ്ലേ ഏരിയയിൽ ഇൻപുട്ട് സിഗ്നലിനനുസരിച്ച് ഒരു ലൂമിനസ് ആയിട്ടുള്ള, അതായത് ഒരു ലൂമിനസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് മൂവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്, ഔട്ട്പുട്ട് തരുന്നത്. ഈ ലൂമിനസ് ആയിട്ടുള്ള, അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതിൻ്റെ ബേസിക് ആയിട്ട് ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നലിനെ എങ്ങനെയാണ് CRO പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ലൂമിനസ് സ്പോട്ട്, അതായത് ഒരു തിളക്കമുള്ള ഒരു സ്പോട്ട് മൂവ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ലൂമിനസ് സ്പോട്ട് എന്ന് പറയുന്നത്? അത് ആക്ച്വലി ഇലക്ട്രോൺസ് തന്നെയാണ്. ഫ്ലൂറസൻസ് സ്ക്രീനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് ഈ ലൂമിനസ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ എങ്ങനെയാണ് ലൂമിനസ് സ്പോട്ട് ക്രിയേറ്റ് ആവുന്നത്? ഇലക്ട്രോൺസ് വന്ന് ഒരു ഫ്ലൂറസൻസ് സ്ക്രീനിൽ, അതായത് CROയ്ക്കകത്ത് ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുകയും ആ ഇലക്ട്രോൺസ് വന്ന് CROയ്ക്കകത്തുള്ള ഒരു ഫ്ലൂറസൻസ് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്, ഔട്ട്പുട്ട് വേവ് ഫോംസ് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് CRO ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നമുക്ക് വേവ് ഫോംസിനെ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, കൂടുതലായിട്ട് നമ്മൾ CRO വെച്ചിട്ട് ഒരു ലോ ഫ്രീക്വൻസി ടു റേഡിയോ ഫ്രീക്വൻസി ലെവലിലുള്ള സിഗ്നൽസിനെ അല്ലെങ്കിൽ വേവ് ഫോംസിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇനി CROസിനെ XY പ്ലോട്ടേഴ്സ് എന്നും പറയും. കാര്യം നമുക്ക് CROയ്ക്കകത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൽ നമ്മൾ എപ്പോഴും വേവ് ഫോം കാണുമ്പം, അതായത് വിത്ത് റെസ്പെക്ട് ടു X ആക്സിസിൽ ടൈമും Y ആക്സിസിൽ ഒന്നുകിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എടുത്തിട്ടായിരിക്കും നമ്മൾ വേവ് ഫോംസിനെ കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് കഴിയും, ഇതെന്ന് പറയുന്ന ഒരു XY പ്ലോട്ടറാണ്. X ആക്സിസും Y ആക്സിസും ഉള്ള ഒരു XY പ്ലോട്ടറായിട്ടും നമുക്ക് CROയെ പറയാൻ കഴിയും. അപ്പോൾ CRO എന്താണ്? ഒരു മൾട്ടിപർപ്പസ് ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്തിനായിട്ടാണ് നമ്മൾ CRO ഉപയോഗിക്കുന്നത്? ഒബ്സർവേഷനായിട്ട്, മെഷർമെൻറ്റിനായിട്ട്, അല്ലെങ്കിൽ ഒരു വേവ് ഫോമിനെ അനലൈസ് ചെയ്യാൻ, അതായത് വേവ് ഫോമിനെ ഒബ്സർവ് ചെയ്യാൻ, മെഷർ ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ എന്നീ പേർപ്പസസിനാണ് നമ്മൾ CRO ഉപയോഗിക്കുന്നത്. ആൻഡ് ഹൗ ഡസ് ദിസ് വർക്ക്? അതായത് it will contain a stream of electrons that strike to a fluorescent screen which in turn produce a luminous spot that moves over the display area in response to the input signal. അതായത് ഇതിനകത്ത് ഒരു സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് കാണും, അത് വന്ന് ഒരു ഫ്ലൂറസൻസ് സ്ക്രീനിൽ ഇടിച്ച്, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ക്ലിയർ ആവും. അങ്ങനെ ലൂമിനസ് സ്പോട്ട് ക്രിയേറ്റ് ആവുകയും ആ മൂവിങ് ലൂമിനസ് സ്പോട്ടാണ് ഔട്ട്പുട്ട് വേവ് ഫോമിനെ അതിൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു
ഈ ഒരു CROയുടെ ഒരു സെൻട്രൽ യൂണിറ്റ് അല്ലെങ്കിൽ CROയുടെ ഹേർട്ട് ഓഫ് CRO എന്ന് പറയുന്നത് CRT അഥവാ കാഥോഡ് റേ ട്യൂബ് ആണ്. ഓക്കെ, സോ വി ക്യാൻ കോൾ കാഥോഡ് റേ ട്യൂബ് ആസ് ദ ഹേർട്ട് ഓഫ് CRO ഓർ ദ സെൻട്രൽ യൂണിറ്റ് ഓഫ് CRO. ഓക്കെ, ഇനി CROയെ നമുക്ക് XY പ്ലോട്ടേഴ്സ് എന്നും പറയാം. ഇനി ഇത് ഏത് ഫ്രീക്വൻസി റേഞ്ചിലുള്ള വേവ് ഫോംസിനെ അനലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലും CROs ഉപയോഗിക്കുന്നത്? ലോ ഫ്രീക്വൻസി ടു റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള വേവ് ഫോംസിനെ അനലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ CRO കൂടുതലും ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ ധാരാളമാണ്. I will provide you the PDF of this PPT. So you can learn this figure. Okay. സോ ഇതാണ് നമ്മുടെ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ CROയുടെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഒരു CROയെ എടുക്കുന്ന സമയത്ത് നമുക്കിതിന് മെയിനായിട്ട് ഒരു 4 കമ്പോണൻസ് പറയാം. ഓക്കെ, അതായത് CROയുടെ കമ്പോണൻസ് ആണ് CRT അഥവാ കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, സോ ദ മെയിൻ 4 കമ്പോണൻസ് ഓഫ് CRO ആർ cathode ray tube or CRT, the vertical deflection system, horizontal deflection system and power supply. So CROയുടെ 4 components ആണ് CRT, which is known as the heart of CRO. ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണ്. ഇനി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം കാണും, ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം കാണും, അതുപോലെ തന്നെ പവർ സപ്ലൈയും കാണും. സോ ഏതൊരു സർക്യൂട്ട് വർക്ക് ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും അതിന് പവർ സപ്ലൈ ആവശ്യമുണ്ട്. സോ ഒരു പവർ സപ്ലൈ കാണും ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് എ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ആൻഡ് ആൻ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം വിത്ത് എ കാഥോഡ് റേ ട്യൂബ്. സോ ഇത് 4 എണ്ണമാണ് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് CRO അഥവാ കാഥോഡ് റേ ട്യൂബ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ ഇതാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൈ വോൾട്ടേജ് സപ്ലൈയും ഉണ്ട്, ലോ വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. അതായത് നമ്മൾ CROയിലുള്ള കമ്പോണൻസിന് ചിലതിന് ഹൈ വോൾട്ടേജ് സപ്ലൈ വേണം, എങ്കിലേ ചില കമ്പോണൻസ് വർക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ ചില കമ്പോണൻസ് വർക്ക് ചെയ്യാൻ ലോ വോൾട്ടേജ് സപ്ലൈ മതി. അപ്പം നമ്മൾ CROയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 2 തരത്തിലുള്ള സപ്ലൈ ആണ്. ഒന്നൊരു ഹൈ വോൾട്ടേജ് സപ്ലൈയും രണ്ടാമത്തേത് ഒരു ലോ വോൾട്ടേജ് സപ്ലൈയും ആണ്. ഈ ഹൈ വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും അതായത് -1000 to -1500 വോൾട്ട്, അതായത് ഒരു 1000 തൊട്ട് ജനറലി നമ്മൾ പറയുന്ന സമയത്ത് 1000 to 2000 മൈനസ് ആണ് സൈൻ, -1000 to ഒരു 2000 വോൾട്ട് റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഹൈ വോൾട്ട് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ CRTക്കാണ് ഹൈ വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നത്. എന്നാൽ ലോ വോൾട്ടേജ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ സർക്യൂട്ടും വർക്ക് ചെയ്യാനായിട്ട്, അതായത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിനും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിനും എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലോ വോൾട്ടേജ് സപ്ലൈ ആണ്. അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് +400 വോൾട്ട് ടു +500 വോൾട്ട് ആണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് നമ്മുടെ CRT എന്ന് പറയുന്നത്. ഇത്രയുമാണ് CRT എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ ഒരു റെക്റ്റാങ്കിളിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഇതിൻ്റെ ഫസ്റ്റ് മെയിൻ കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് കാഥോഡ് റേ ട്യൂബ്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കാഥോഡ് റേ ട്യൂബിനെ കുറിച്ചിട്ടായിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് കമ്പോണൻ്റ് ആണ്, അതായത് സെക്കൻഡ് മേജർ കമ്പോണൻ്റ് ആണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം, വിച്ച് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ ആംപ്ലിഫയർ ആൻഡ് എ ഡിലേ ലൈൻ. അതായത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റമാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയറും ഉണ്ട്, ഒരു ഡിലേ ലൈനും ഉണ്ട്. ഓക്കെ, സോ the second major unit of a CRO is vertical deflection system, which consists of vertical amplifier and delay line. ഇനി ഇതിൻ്റെ തേർഡ് മേജർ യൂണിറ്റ് ആണ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ it will contain a trigger circuit, a time-based generator and an horizontal amplifier. Okay, so it will be containing a trigger circuit, time-based generator and a horizontal amplifier. So the horizontal deflection system consists of the trigger circuit, time-based generator and horizontal amplifier. Okay, so ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വെർട്ടിക്കൽ
deflection system, and the fourth component is the power supply. So power supply, and this forms the vertical deflection system. The trigger circuit along with the time-based generator and horizontal amplifier forms the horizontal deflection system and the CRT. ഇത് നാലെണ്ണമാണ് ഒരു CROയുടെ മേജർ കമ്പോണൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് CRT അതായത് കാഥോഡ് റേ ട്യൂബ് എന്താണെന്ന് പഠിക്കാം. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ദിസ് കാഥോഡ് റേ ട്യൂബ് ഇസ് നോൺ ആസ് ദ സെൻട്രൽ യൂണിറ്റ് ഓർ ദ ഹേർട്ട് ഓഫ് ദ CROയുടെ ഹേർട്ട് അഥവാ സെൻട്രൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ കാഥോഡ് റേ ട്യൂബാണ്. സോ കാഥോഡ് റേ ട്യൂബിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഈ താഴെയുള്ള ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഞാനതിൻ്റെ സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, മനസ്സിലാക്കിയിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കാഥോഡ് റേ ട്യൂബ് അതായത് കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു ടോർച്ചിൻ്റെ ഒരു രൂപമാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. സോ ഈ കാഥോഡ് റേ ട്യൂബ് വരയ്ക്കുന്ന സമയത്ത് ഇറ്റ്സ് ഈസി ടു ഡ്രോ ഇറ്റ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു ഹീറ്റർ കോയിലാണ്. ഓക്കെ, ഒരു ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോയിലാണ്. അതിനുശേഷം യു ക്യാൻ സീ ദ കാഥോഡ് കാണാം. പിന്നെ ഒരു കൺട്രോൾ ഗ്രിഡാണ്. ഓക്കെ, ഒരു കൺട്രോൾ ഗ്രിഡാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഗ്രിഡാണ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻ എ ഫോക്കസിങ് ആനോഡ് ആൻഡ് എൻ ആക്സിലറേറ്റിംഗ് ആനോഡ്. സോ ഫസ്റ്റ് ഒരു ഹീറ്റഡ് കോയിൽ കാണും, കാഥോഡ് കാണും, കൺട്രോൾ ഗ്രിഡ് കാണും, ഫോക്കസിങ് ആനോഡ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ് കാണും. സോ ഈ ഒരു പോർഷനാണ് ഇതിന്റെ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. ഓക്കെ, and then comes the vertical deflection plates, after that the horizontal deflection plates, then the fluorescent screen. ഓക്കെ, ഫ്ലൂറസെന്റ് സ്ക്രീനും നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഇനി ഗ്ലാസ് എൻവലപ്പ്, അതായത് ഇതിന്റെ പുറമേ ഉള്ളത് ഇതെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് എൻവലപ്പാണ്. ഓക്കെ, സ്ക്രീനിന്റെ പുറമെ ഇതിനെ മൊത്തത്തിൽ എൻവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് എൻവലപ്പാണ്. ഓക്കെ, അതിപ്പം എന്തൊക്കെയാണ് മേജർ കമ്പോണൻസ് ഓഫ് കാഥോഡ് റേ ട്യൂബ്? ഇലക്ട്രോൺ എമിറ്റർ ഓർ ഇലക്ട്രോൺ ഗൺ, or the electron gun which consists of the heated coil, cathode, control grid, focusing anode, accelerating anode. Okay, so the electron gun setup or the electron emitter setup consists of a heated coil, control grid, cathode, focusing anode and an accelerating anode. ഇനി ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്തൊക്കെ ഉൾപ്പെടും? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും. ഇനി ഫ്ലൂറസെന്റ് സ്ക്രീനിലാണ് നമ്മൾ ബീം ഓഫ് ഇലക്ട്രോണിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന് പുറമെ ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു ഗ്ലാസ് എൻവലപ്പ് കാണും. പിന്നെ ഒരു ബേസ് കാണും. അതായത് കണക്ഷൻസ് നമ്മൾ ഏതോ ഒരു ബേസിലായിരിക്കുമല്ലോ ഈ എൻറ്റയർ സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കണക്ഷൻസ്, വേരിയസ് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബേസും കാണും. ഇത്രയാണ് ഒരു കാഥോഡ് റേ ട്യൂബിൻ്റെ, അതായത് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ആ കാഥോഡ് റേ ട്യൂബിന്റെ കാഥോഡ് റേ ട്യൂബ് വിച്ച് ഇസ് നോൺ ആസ് ദ ഹേർട്ട് ഓഫ് CRO ഓർ ദ സെൻട്രൽ യൂണിറ്റ് ഓഫ് CRO കൺസിസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺ ഗൺ, ദ ഡിഫ്ലക്ഷൻ സിസ്റ്റം, ദ ഫ്ലൂറസെന്റ് സ്ക്രീൻ, ഗ്ലാസ് എൻവലപ്പ് ആൻഡ് ദ ബേസ് ത്രൂ വിച്ച് ദ കണക്ഷൻസ് ആർ മെയ്ഡ്. ഓക്കെ, സോ അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു ഹീറ്റഡ് കോയിലുണ്ട്. ഓക്കെ, ഈ ഹീറ്റഡ് കോയിലിനെ നമ്മൾ ഇൻഡയറക്ട്ലി ഹീറ്റ് ചെയ്യും. അതായത് ഈ ഹീറ്റഡ് കോയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാഥോഡിനെ ഹീറ്റ് ചെയ്യുകയും കാഥോഡ് ഹീറ്റഡ് ആവുന്ന സമയത്ത് അത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഹീറ്റഡ് കോയിൽ നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോയിലാണ് ഈ ഹീറ്റർ കോയിൽ എന്ന് പറയുന്നത്. ആ ഹീറ്റർ കോയിലിൻ്റെ ഹീറ്റ് കൊണ്ട് കാഥോഡ് ഹീറ്റഡ് ആവുകയും ഇൻഡയറക്ട്ലി കാഥോഡ് ഹീറ്റഡ് ആവുകയും അതുപോലെ തന്നെ കാഥോഡ് ഹീറ്റഡ് ആവുമ്പോൾ കാഥോഡ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യും, അതായത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഹീറ്റഡ് കോയിൽ ഇൻഡയറക്ട്ലി കാഥോഡിനെ ഹീറ്റ് ചെയ്യുകയും കാഥോഡ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു ഡാഷ് ലൈൻസ് കൊണ്ട് ഇലക്ട്രോൺസ് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസിനെ നമ്മളൊരു കൺട്രോൾ ഗ്രിഡ്, അതായത് ഈ കൺട്രോൾ ഗ്രിഡിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹോളാണ്. അപ്പോൾ അത്രയും
ഒരു ചെറിയ ഹോളിലോട്ട് ഈ ജനറേറ്റഡ് ആവുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മൂവ്മെന്റ് വെലോസിറ്റി എന്ന് പറയുന്ന അപ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. സോ കൺട്രോൾ ഗ്രിഡിലൂടെ ഇലക്ട്രോൺസിനെ പോകുന്ന ഇലക്ട്രോൺസ് സ്കാറ്റർ ആയി പോവാതിരിക്കാൻ നമ്മളൊരു ഫോക്കസിങ് ആനോഡ് ഉപയോഗിക്കും. ഫോക്കസിങ് ആനോഡ് ഉപയോഗിച്ച് ആ ഒരു ബീമിനെ നമ്മൾ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദി ഫോക്കസിങ് ആനോഡ് വി ആർ യൂസിങ് ആൻ ആക്സിലറേറ്റിംഗ് ആനോഡ്. എന്തിനായിട്ടാണ്? ഈ ഇലക്ട്രോൺ ബീമിന്റെ വെലോസിറ്റി കൂട്ടുന്നതിനായിട്ട് നമ്മൾ ഒരു ആക്സിലറേറ്റിംഗ് ആനോഡ് ഉപയോഗിക്കും. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് the vertical deflection plates and the horizontal deflection plates. അതായത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്. ആ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് വഴി ബാലൻസ് ചെയ്യുന്ന ബീം ഓഫ് ഇലക്ട്രോൺസ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഫ്ലൂറസൻസ് സ്ക്രീനിലായിരിക്കും ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇതാണ് ബേസിക് CRTയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ദ CRT കൺസിസ്റ്റ് ഓഫ് എ ഹീറ്റർ which is automatically heated, and this heater will be indirectly heating the cathode. Okay, ഈ heater എന്ത് ചെയ്യും? indirectly കാഥോഡിനെ ഹീറ്റ് ചെയ്യുകയും ഇൻഡയറക്ട്ലി കാഥോഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാഥോഡ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ എമിറ്റ് ആവുന്ന ഇലക്ട്രോൺസിനെ നമ്മളൊരു കൺട്രോൾ ഗ്രിഡിലൂടെ ആയിരിക്കും CRTക്കകത്ത് പാസ് ചെയ്യുന്നത്. ഈ കൺട്രോൾ ഗ്രിഡിലൂടെ വരുന്ന ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യാനായിട്ട്, അതായത് അത് ഡൈവേർട്ടായി അത് ഇങ്ങനെ സ്പ്ലിറ്റായി പോവാതിരിക്കാൻ, രണ്ട് സൈഡിലോട്ടും പോവാതിരിക്കാൻ നമ്മളൊരു ആനോഡ് വെച്ചിട്ട്, ഫോക്കസിങ് ആനോഡ് വെച്ചിട്ട് ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യുകയും ആക്സിലറേറ്റിംഗ് ആനോഡ് വെച്ച് അതിനെ ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്യും. അതിനെ പിന്നീട് നമ്മളൊരു ഡിഫ്ലക്ഷൻ പ്ലേറ്റ് സിസ്റ്റം, അതായത് ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിന്റെയും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിന്റെയും ഒരു കോമ്പിനേഷനിലൂടെ ഈ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്ക്രീനിൽ, അതായത് ഫ്ലൂറസൻസ് സ്ക്രീനിൽ ഈ ഇലക്ട്രോൺസ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ ആ ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലൂമിനസ് സ്പോട്ടാണ് നമുക്ക് ഈ CROയ്ക്കകത്ത് എന്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്? വേവ് ഫോമിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ CRT ഈസ് വർക്കിംഗ്. CROയുടെ മേജർ കമ്പോണൻ്റ് ആയിട്ടുള്ള CRTയുടെ വർക്കിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഇറ്റ് കണ്ടെയ്ൻ ഇലക്ട്രോൺ ഗൺ ഉണ്ട്, ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്, ഒരു ഫ്ലൂറസൻസ് സ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ കണക്ഷൻസ് എല്ലാം എടുക്കുന്ന ഒരു ബേസുമുണ്ട്. ഓക്കെ. സോ ഈ ഫോക്കസിങ് ആനോഡ് നമ്മൾ പറഞ്ഞ വർക്കിംഗ് ആണ്. ഇനി CROയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ഫോക്കസിങ് ആനോഡാണ് ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോക്കസ് ചെയ്യുന്നതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഫോക്കസിങ് ആണ് ഇലക്ട്രോൺസിനെ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ്ങും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോക്കസിങ്ങും ഉണ്ട്. അതിൽ നമ്മൾ CROയ്ക്കകത്ത് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് ആയിരിക്കും. ഓക്കെ. സോ നമ്മൾ ഈ ആക്സിലറേറ്റിംഗ് ആനോഡ് വെച്ച് ഫോക്കസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഫോക്കസിങ് ആണെന്ന് ചോദിച്ചാൽ CROയ്ക്കകത്ത് ഉപയോഗിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിംഗ് ആണ്. ഓക്കെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് കൺട്രോൾ ഗ്രിഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ആദ്യം ഒരു പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്, അതിനുശേഷം വി ഹാവ് എ ഫോക്കസിംഗ് ആനോഡ് ആൻഡ് ആൻ ആക്സിലറേറ്റിംഗ് ആനോഡ്. ഇതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് സപ്ലൈ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് സപ്ലൈ വോൾട്ടേജ് ആണ് നമ്മൾ ഈ ഒരു CROയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ ഒരു ഫോക്കസിങ് ആനോഡ് ആൻഡ് ആക്സിലറേറ്റിംഗ് ഈ ഒരു ആനോഡ് സെക്ഷന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ ഈ കൺട്രോൾ ഗ്രിഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് കണ്ടോ, ഈ കൺട്രോൾ ഗ്രിഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഇതാ ഒന്ന് സ്കാറ്റർ ആവാൻ, അതായത് ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെയല്ലേ പോകുന്നത്. സോ അതിനെ നമ്മളൊരു ബീമാക്കി ആ ഒരു കറക്റ്റ് പോയിന്റിലോട്ട് പോയിന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിംഗ് ആനോഡ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്. ഓക്കെ. സോ അങ്ങനെ ഈ ഒരു ആക്സിലറേറ്റിംഗ് ആനോഡും ഫോക്കസിംഗ് ആനോഡും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡും കറക്റ്റായിട്ട് ബീമിനെ നമ്മുടെ ഫ്ലൂറസൻസ് സ്ക്രീനിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ. എന്ത് തരത്തിലുള്ള ഫോക്കസിംഗ് ആണ് CROയ്ക്കകത്ത് നമ്മൾ കാണുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിംഗ് ആണ്. ഓക്കെ. And this equation is not needed for you, so you can just learn this arrangement. Okay, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.
ഓക്കെ, അതായത് ഇനി ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് നമ്മൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇൻസിഡന്റ് ആവുന്ന ഈ ബീം ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അത് റിഫ്രാക്റ്റഡ് ആയിട്ടായിരിക്കും CROയ്ക്കകത്ത്, അതായത് CROയ്ക്കകത്ത് സംഭവിക്കുന്ന ആ ഒരു ഫിനോമിനൺ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന റേ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അത്രയും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ഈ വരുന്ന റേ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും പോകുന്നത്? ഇവിടെ കാണാം നിങ്ങൾക്ക് ഫോക്കസിങ് ആനോഡിൽ ഇവിടെ വരുന്ന സമയത്ത് റിഫ്രാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ്ങിൽ ഇന്റേൺ നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വന്ന് സ്ട്രൈക്ക് ആവുന്നത് റിഫ്രാക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അതിനെയാണ് പിന്നീട് പോയിന്റ് ചെയ്ത് നമ്മൾ സ്ക്രീനിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, സോ ഇനി CRTയുടെ അടുത്ത ഒരു അറേഞ്ച്മെന്റ്, അതായത് നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചു. അതായത് കൺട്രോൾ ഗ്രിഡ്, ഹീറ്റഡ് കോയിൽ, കാഥോഡ് ഹീറ്റഡ് ആവുന്നു, ഇലക്ട്രോൺസിനെ കൺട്രോൾ ഗ്രിഡ് വഴി എമിറ്റ് ചെയ്യുന്നു, ഫോക്കസിങ് ആനോഡും ആക്സിലറേറ്റിംഗ് ആനോഡും, അതായത് ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് നമ്മൾ പഠിച്ചു. ഇനി വരുന്നത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ആണ്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. CRTയുടെ ഡിഫ്ലക്ഷൻ സിസ്റ്റമാണ്. സോ CRTയുടെ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇറ്റ് കണ്ടെയ്ൻ എ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ആൻഡ് എ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. ഓക്കെ, അതായത് ഇതിനൊരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട് നമ്മുടെ ഈ ഒരു സെറ്റപ്പിന്. ഓക്കെ, സോ അതായത് ലെറ്റ് us consider two parallel vertical deflection plates. ആദ്യം നമ്മൾ പാരലൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിനെയാണ്, സോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. അതിനെ നമ്മൾ P1 എന്നും P2 എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിനെയാണ്, ആ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫിഗറിൽ. അതായത് ഡിഫ്ലക്ഷൻ സിസ്റ്റം യൂസിങ് പാരലൽ വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ എങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് പാരലൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് കാണാം, P1ഉം P2ഉം. ഇത് ബീമിനെ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, ഏത് പോയിന്റിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? O എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇവിടുത്തെ ബാലൻസ് കണ്ടീഷനിലാണ് പോയിന്റ് Oയിലോട്ട് ബീമിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു തലത്തിലുള്ള ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഈ രണ്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിന് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഡിഫ്ലക്ഷൻ വോൾട്ടേജും അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഈ ബീം എങ്ങോട്ട് ഫോക്കസ് ചെയ്യും? Oയിലോട്ട് ഫോക്കസ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് P1ലോട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ്, എന്താ ഈ ഫിഗറിൽ കാണിക്കുന്ന തൊട്ട് P1ലോട്ട് പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജ് P2ലോട്ടുമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ബീം Y1 എന്ന് പറയുന്ന പോയിന്റിലോട്ടായിരിക്കും ഫോക്കസ് ആവുന്നത്. ഇലക്ട്രോൺ ബീം ഫോക്കസ് ആവുന്നത് Y1 എന്ന് പറയുന്ന പോയിന്റിലോട്ടായിരിക്കും. അതായത് P1 പോസിറ്റീവും P2 നെഗറ്റീവും ആണെങ്കിൽ ബീം ഫോക്കസ് ആകുന്നത് Y1ലോട്ടായിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് P2 പോസിറ്റീവും P1 നെഗറ്റീവും ആണെങ്കിൽ ഏത് പോയിന്റിലോട്ടായിരിക്കും ഈ ബീം ഫോക്കസ് ആവുന്നത്? Y2 എന്ന് പറയുന്ന പോയിന്റിലോട്ടായിരിക്കും ബീം ഫോക്കസ് ആവുന്നത്. അതായത് ഇങ്ങനെയാണ് നമ്മുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വർക്ക് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണുള്ളത്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഫിഗർ ആണ് പറയുന്നത്. ഇവിടുത്തെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് രണ്ടെണ്ണമാണ്, P1ഉം P2ഉം. സോ ഇതിന് രണ്ടിനും നമ്മളൊരു വോൾട്ടേജും അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഏത് പോയിന്റിലായിരിക്കും ഇലക്ട്രോൺ ബീം സ്ട്രൈക്ക് ചെയ്യുന്നത്? കറക്റ്റ് സെന്റർ പോയിന്റിലായിരിക്കും, ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ Oയിലായിരിക്കും. എന്നാൽ P1 പോസിറ്റീവും P2 നെഗറ്റീവും ആണെങ്കിൽ Y1 എന്ന് പറയുന്ന പോയിന്റിലും, P2 പോസിറ്റീവും P1 നെഗറ്റീവും ആണെങ്കിൽ Y2 എന്ന് പറയുന്ന പോയിന്റിലോട്ടും ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിന്റെ കേസ് എടുക്കാം. സോ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിന്റെ കേസിൽ ഇതേപോലെ തന്നെയാണ്. അതായത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ നമ്മൾ ഒരു തരത്തിലുള്ള വോൾട്ടേജും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ O എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ബീം ഓഫ് ഇലക്ട്രോൺസ് വന്ന് ഫോൾ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
H2 പോസിറ്റീവും H1 നെഗറ്റീവും ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു X2 എന്ന് പറയുന്ന പോയിന്റിലും തിരിച്ച് H1 പോസിറ്റീവും H2 നെഗറ്റീവും ആണെങ്കിൽ X1 എന്ന് പറയുന്ന പോയിന്റിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബീം ഓഫ് ഇലക്ട്രോൺസ് ഫോക്കസ്ഡ് ആവുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് CRTയുടെ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഒരു അതായത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലും ഒരു തരത്തിലുള്ള വോൾട്ടേജും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ സെന്റർ പോയിന്റിലോട്ടായിരിക്കും ഇലക്ട്രോൺ ബീം ഫോക്കസ് ആവുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇഫ് പൊളാരിറ്റി, അതായത് P1 പോസിറ്റീവും P2 നെഗറ്റീവും ആണെങ്കിൽ Y1ലോട്ടും, P2 പോസിറ്റീവും P1 നെഗറ്റീവും ആണെങ്കിൽ Y2ലോട്ടും ആയിരിക്കും ഇലക്ട്രോൺ ബീം ഫോക്കസ് ആവുന്നത്. സിമിലർ കേസ് തന്നെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലും. നമുക്ക് H1 H2 എന്ന് പറയുന്ന രണ്ട് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണുള്ളത്. വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്ത് O എന്ന് പറയുന്ന പോയിന്റിലും, H2 പോസിറ്റീവ് ആവുന്ന സമയത്ത് X2 എന്ന് പറയുന്ന പോയിന്റിലും, H1 പോസിറ്റീവ് ആവുന്ന സമയത്ത് X1 എന്ന് പറയുന്ന പോയിന്റിലും ആയിരിക്കും നമ്മളുടെ ബീം ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് D is equal to 1/2 LVD ID divided by dVA. അതായത് ഡിഫ്ലക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ആണിത്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്താണെന്ന് അറിയണം. അതായത് ഒരു CRTയുടെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്താണ്. സോ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ D is equal to ഈ ഇക്വേഷനും, അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതായത് യൂണിറ്റ് ഡിഫ്ലക്ഷൻ വോൾട്ടേജിന് എത്രമാത്രം ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നത്, അതിനെയാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിന് എത്രമാത്രം ഡിഫ്ലക്ഷൻ ആണ് വി ആർ ഒബ്റ്റെയിനിങ് ഓൺ ദ സ്ക്രീൻ, അതിനെയാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഈസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്ക്രീൻ പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ വോൾട്ടേജ്. ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്ക്രീൻ പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ വോൾട്ടേജിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് IL ഡിവൈഡഡ് ബൈ 2S VA എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഫാക്ടർ. സോ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ വോൾട്ടേജിന് എത്രമാത്രം ഡിഫ്ലക്ഷൻ നമുക്ക് സ്ക്രീനിൽ കിട്ടും, അതിനെയാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ആണ് ഡിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ആണ് ഡിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. CROയുടെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ആണ് CROയ്ക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ CROയുടെ കേസിൽ നമുക്ക് ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റവും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റവും ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൻ്റെയും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൻ്റെയും വർക്കിംഗ് നമ്മൾ പറഞ്ഞതാണ്. സോ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് നമ്മൾ 1/2 LVDID ഡിവൈഡഡ് ബൈ dVA എന്ന് എടുത്തിരിക്കുന്നത്. സോ വേർ D ഈസ് റെപ്രസെൻറ്റിംഗ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. D എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷനെയാണ്. ഓക്കെ, L എന്ന് പറയുന്നത് അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. അതായത് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ നിന്ന് സ്ക്രീനിലോട്ടുള്ള ലെങ്തിനെയാണ് ഈ ക്യാപിറ്റൽ L ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് V എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് VD എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജിനെയാണ്. ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജിനെയാണ് VD എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടുത്തെ കറണ്ട് ആണ് ID എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ലെങ്തിനെയാണ് സ്മോൾ d ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് V എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് VA എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് വോൾട്ടേജ് ഓഫ് അവിടുത്തെ ആ ഒരു സ്ഥലത്തെ വോൾട്ടേജിനെ ആയിരിക്കും. ഓക്കെ, സോ
ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു എൽ ടോട്ടൽ ബൈ വി ഡി ആണ്. അതായത് എത്രമാത്രം പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ വോൾട്ടേജിന് എത്രമാത്രം ഡിഫ്ലക്ഷൻ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നു എന്ന് കാണിക്കുന്നതാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ആണ്. ഇത്രയും കാര്യങ്ങളൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ അപ്പം ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഇനി CRTയുടെ ലാസ്റ്റ് കമ്പോണൻറ്റ്, അതായത് നമ്മളപ്പം CRT കാഥോഡ് റേ ഓസിലോസ്കോപ്പിന്റെ ഇത്രയും പോർഷനൂടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ആദ്യം ഇലക്ട്രോൺ ഗൺ പഠിച്ചു, പിന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് പഠിച്ചു. ഇനി നമ്മൾ ഇതിന്റെ സ്ക്രീനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു CRTയുടെ സ്ക്രീൻ എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് സ്ക്രീനാണ്. അതായത് ഫ്ലൂറസെന്റ് സ്ക്രീനാണ്. ഇനി മിക്കവാറും നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രീൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോസ്ഫർ ആണ്. ഓക്കെ, സോ ദ മോസ്റ്റ് കോമൺലി യൂസ് സ്ക്രീൻ മെറ്റീരിയൽ ഓഫ് CRT ഈസ് ഫോസ്ഫർ. ഇനി ഫോസ്ഫറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ആവുന്ന ഇലക്ട്രോൺസിനകത്ത് നിന്ന് എനർജി അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഫോസ്ഫറിന്. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഹിറ്റ് ആവുന്ന സമയത്ത് സ്പോട്ട് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യിക്കും ഫോസ്ഫർ. ഓക്കെ, ഇനി ദ ബൊംബാർഡിംഗ് ഇലക്ട്രോൺ സ്ട്രൈക്കിംഗ് ദ സ്ക്രീൻ റിലീസ് സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസ്. അതായത് ഈ സ്ക്രീനിൽ വന്ന് ഇടിക്കുന്ന ഇലക്ട്രോൺസ് അതിൽ നിന്ന് തന്നെ സെക്കൻഡറി എമിഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഈ വന്ന് സ്ക്രീനിലോട്ട് സ്ട്രൈക്ക് ആവുന്ന നമ്മുടെ ബീം ഓഫ് ഇലക്ട്രോൺസ് വന്ന് സ്ക്രീനിലോട്ട് സ്ട്രൈക്ക് ആവുന്ന സമയത്ത് അവിടെ സെക്കൻഡറി ഇലക്ട്രോൺ എമിഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് അവിടെ വീണ്ടും ആ വന്ന് ഇടിക്കുന്ന ഇലക്ട്രോൺസിൽ നിന്ന് വീണ്ടും ഇലക്ട്രോൺസ് എമിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്നത് ഒരു അക്വസ് സൊല്യൂഷനകത്താണ്. ഓക്കെ, അതായത് നമുക്ക് അവിടെ അത് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ സെക്കൻഡറി എമിഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺസിനെ നമ്മൾ കളക്ട് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്നത് ഒരു സൊല്യൂഷനകത്താണ്, ഒരു വാട്ടറിനകത്തുള്ള ഒരു സൊല്യൂഷനകത്താണ്. അതായത് വാട്ടറിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും സൊല്യൂഷനെയാണ് അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് അക്വാഡാഗ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എ പാർട്ടിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തിനാണ് ഈ അക്വാഡാഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ആൻഡ് ഇതിനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ആനോഡിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കളക്ഷൻ ഓഫ് ദ സെക്കൻഡറി ഇലക്ട്രോൺസ് ഇസ് നെസസറി. എന്തിനാണ്? ഇലക്ട്രിക്കൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ആ സെക്കൻഡറി എമിറ്റഡ് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫോസ്ഫറിനെയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ടിരിക്കും നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന വേവ് ഫോമിന്റെ കളറ്. ഓക്കെ, സോ അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ CRT ആണ് പഠിച്ചത്. അതായത് CROയുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് CRT എന്ന് പറയുന്നത്, വിച്ച് ഈസ് നോൺ ആസ് ദ ഹേർട്ട് ഓഫ് CRO. ഈ CROയുടെ സോ CROയുടെ ആദ്യം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത് ഒരു ഹീറ്റഡ് കോയിൽ കാണും. ആ ഹീറ്റഡ് കോയിൽ കാഥോഡിനെ ഹീറ്റ് ചെയ്യുകയും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതിനെ നമ്മളൊരു ഫോക്കസിങ് ആനോഡും ആക്സിലറേറ്റിംഗ് ആനോഡും വെച്ച് ഫോക്കസ് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് CRTയുടെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലൂടെയും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലൂടെയും പാസ് ചെയ്യിപ്പിക്കും. അത് ഫൈനലി വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഒരു ഫ്ലൂറസെന്റ് സ്ക്രീനിലാണ്. ഇതാണ് ആ ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. സോ ഈ ഫ്ലൂറസെന്റ് സ്ക്രീൻ നമ്മൾ ജനറലി ഫോസ്ഫർ വെച്ചിട്ടായിരിക്കും മേക്ക് ചെയ്യുന്നത്. സോ ഫോസ്ഫർ വെച്ച് സ്ക്രീൻ മേക്ക് ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ബീം ഓഫ് ലൈറ്റിനെ ഒരു കളറായിട്ട് ഒരു ലൂമിനസ് വേവ് ഫോം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഫോസ്ഫറിനുണ്ട്. സോ നമ്മൾ മോസ്റ്റ് കോമൺലി CRTക്കകത്ത് ഉപയോഗിക്കുന്ന ഫ്ലൂറസെന്റ് സ്ക്രീൻ ഫോസ്ഫർ കൊണ്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺസ് ഇവിടെ വന്ന് ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വീണ്ടും ഇലക്ട്രോൺസ് ജനറേറ്റഡ് ആവാനുള്ള ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോഴ്സിൽ ഇടിച്ചു കഴിയുമ്പോൾ സെക്കൻഡറി എമിഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വീണ്ടും ഇലക്ട്രോൺസ് ഫോം ചെയ്യാനുള്ള, സെക്കൻഡറി എമിറ്റഡ് ഇലക്ട്രോൺസ് ഫോം ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഇലക്ട്രോൺസ് ഇവിടെ ഫോം ആയാൽ അവിടുത്തെ ഇലക്ട്രിക്കൽ ഇക്വിലിബ്രിയത്തെ അത് ബാധിക്കും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ് അക്വാഡാഗ് എന്ന് പറയുന്നത്. എന്താണ് അക്വാഡാഗ് എന്ന് പറയുന്നത്? ഓക്കെ, സോ അക്വാഡാഗ് എന്ന് പറയുന്നത് അക്വാഡാഗ് എന്ന് പറയുന്നത് എന്താണ്? അക്വാഡാഗ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും
ഗ്രാഫൈറ്റിന്റെ ഒരു അക്വസ് സൊല്യൂഷൻ ആണ്. അതായത് വെള്ളം പ്ലസ് ഗ്രാഫൈറ്റ്, വാട്ടർ പ്ലസ് ഗ്രാഫൈറ്റ് ആണ് അക്വാഡാഗ് എന്ന് പറയുന്നത്. ഒരു അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്രാഫൈറ്റ് ആണ് അക്വാഡാഗ് എന്ന് പറയുന്നത്. ഈ അക്വാഡാഗ് എന്ത് ചെയ്യും? ഈ സെക്കൻഡറി എമിറ്റഡ് ഇലക്ട്രോൺസിനെ ട്രാപ്പ് ചെയ്യും. അങ്ങനെ ഇലക്ട്രിക്കൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് CRTയുടെ ഫ്ലൂറസൻസ് സ്ക്രീനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ അപ്പം നമ്മൾ CROയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. CROയുടെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ഒരു കമ്പോണന്റ് ആയിരുന്നു നമ്മുടെ CRT എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇത്രയും ഈ ടോർച്ച് കൂട്ടിരിക്കുന്ന ഈ ഒരു ട്യൂബ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ CRT എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റവും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റവും ആണ് CROയുടെ. ഓക്കെ, സോ നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം പഠിക്കാം. സോ CROയുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പറയുന്ന സമയത്ത് ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഇതാണ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദെയർ ഇറ്റ് ഹാവ് എ ട്രിഗർ സർക്യൂട്ട്. ഒരു ട്രിഗർ സർക്യൂട്ട് ഉണ്ട്, ഒരു ടൈം ബേസ്ഡ് ജനറേറ്റർ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം പഠിക്കാം. സോ ഇറ്റ് കണ്ടെയ്ൻ എ ടൈം ബേസ്ഡ് ജനറേറ്റർ. അതായത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഓഫ് CRO കണ്ടെയ്ൻ എ ടൈം ബേസ്ഡ് ജനറേറ്റർ. CRO നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു വേവ് ഫോമിനെ അനലൈസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഏതൊരു വേവ് ഫോം ആണെങ്കിലും നമ്മൾ അതിനെ XY പ്ലോട്ടർ, അതായത് എക്സ് ആക്സിസിൽ ടൈമും Y ആക്സിസിൽ വോൾട്ടേജും അങ്ങനെയായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ അതായത് ഈ ഫോം ചെയ്യുന്ന ആ ഒരു വേവ് ഫോം എന്ന് പറയുന്നത്, ദ ബീം വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്. ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് മസ്റ്റ് ഇൻക്രീസ് ലീനിയർലി വിത്ത്. അതായത് നമ്മളുടെ ആ ഒരു ബീമിന്റെ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ വോൾട്ടേജിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. സോ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് കൂടിയാൽ നമ്മുടെ ഈ വരുന്ന ബീമിന്റെ വെലോസിറ്റിയും കൂടും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു വോൾട്ടേജിനെ, അതായത് അങ്ങനെയുള്ള ഒരു വോൾട്ടേജ് ഹാവിങ് സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റാമ്പ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ടൈം ബേസ്ഡ് ജനറേറ്റർ എന്ന് പറയുന്ന സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഒരു സോ ടൂത്ത് വേവ് ഫോം ആയിരിക്കും. ഓക്കെ, സോ ടൂത്ത് വേവ് ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആവുകയാണെങ്കിൽ, നോക്കൂ, ഇതാണ് വോൾട്ടേജ്. അതായത് എക്സ് ആക്സിസിൽ Y ആക്സിസിൽ വോൾട്ടേജും എക്സ് ആക്സിസിൽ ടൈമുമാണ്. ഈ സോ ടൂത്ത് വേവ് ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഫസ്റ്റ് വോൾട്ടേജ് കൂടി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും വോൾട്ടേജ് ഡിക്രീസ് ചെയ്ത് റാപ്പിഡ്ലി 0 ആവും. ഓക്കെ, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോ ടൂത്ത് വേവ് ഫോം എന്ന് പറയുന്നത്. ഇനി ഈ സോ ടൂത്ത് വേവ് ഫോം ആണ് ടൈം ബേസ്ഡ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫ്ലക്ഷൻ സിസ്റ്റം ഓഫ് CRO കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഒരു ട്രിഗർ സർക്യൂട്ട് ഉണ്ട്, ഒരു ടൈം ബേസ്ഡ് ജനറേറ്റർ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. ഈ ടൈം ബേസ്ഡ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ഒരു വേവ് ഫോം ആയിരിക്കും? ഒരു സോ ടൂത്ത് വേവ് ഫോം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടൂത്ത് വേവ് ഫോം ആയിരിക്കും ടൈം ബേസ്ഡ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ആ സോ ടൂത്ത് വേവ് ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വേവ് ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യം വോൾട്ടേജ് കൂടി മാക്സിമത്തിലെത്തും. ആ 0യിൽ നിന്ന് മാക്സിമത്തിൽ എത്താൻ എടുക്കുന്ന സമയത്തിനെ നമ്മൾ സ്വീപ്പ് ടൈം എന്ന് പറയും. മാക്സിമത്തിൽ നിന്ന് വീണ്ടും 0 ആവാൻ എടുക്കുന്ന സമയത്തിനെ നമ്മൾ ഫ്ലൈ ബാക്ക് ടൈം എന്നും പറയും. സോ ടൂത്ത് വേവ് ഫോമിന് 2 ഇമ്പോർട്ടൻറ്റ് ടൈംസ് ആണുള്ളത്. സ്വീപ്പ് ടൈമും ഉണ്ട്, ഫ്ലൈ ബാക്ക് ടൈമും ഉണ്ട്. അപ്പോൾ ഒരു സോ ടൂത്ത് വേവ് ഫോം എന്ന് പറയുന്നത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ സ്വീപ്പ് ടൈം ആൻഡ് ദി ഫ്ലൈ ബാക്ക് ടൈം. സ്വീപ്പ് ടൈം എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് മാക്സിമം വോൾട്ടേജ് ആവുന്നത് സ്വീപ്പ് ടൈമും മാക്സിമത്തിൽ നിന്ന് 0 ആവുന്നത് ഫ്ലൈ ബാക്ക് ടൈമുമാണ്. അപ്പം ടൈം ബേസ്ഡ് ജനറേറ്റേഴ്സ് എങ്ങനെയുള്ള വേവ് ഫോമിനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? സോ ടൂത്ത് വേവ് ഫോമിനെയാണ് CROയുടെ ടൈം ബേസ്ഡ് ജനറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സോ ടൂത്ത് വേവ് ഫോമിനെയാണ് എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലോട്ട് അപ്ലൈ ചെയ്യുന്നത്.
സോ നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു ട്രിഗറിങ് സർക്യൂട്ട് ഉണ്ട്, ഒരു ടൈം ബേസ് ജനറേറ്റർ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ട്രിഗറിങ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് കൺട്രോൾസ് ആർ യൂസ് ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി ട്രേസ് ഓൺ ദ സ്ക്രീൻ. അതായത് നമ്മുടെ ആ സ്ക്രീനിൽ എപ്പോഴും ഒരു സ്റ്റഡി ട്രേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ട്രിഗറിങ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. So to display stationary wave pattern, sweep voltage is synchronized with the input signal. Synchronization is the method of locking frequency of time-based generator to the frequency of the input signal. അതായത് ട്രിഗർ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് സിങ്ക്രണൈസേഷൻ നടത്തുകയാണ് ട്രിഗറിങ് സർക്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടൈം ബേസ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫോമും അതുപോലെ തന്നെ ഇൻപുട്ട് സിഗ്നലിൻ്റെ വേവ് ഫോമിൻ്റെയും ഫ്രീക്വൻസികളെ ലോക്ക് ചെയ്യും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സിങ്ക്രണൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ എന്ത് പറ്റും, നമുക്ക് കറക്റ്റായിട്ട് സ്ക്രീനിൽ വേവ് ഫോം അതായത് കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അത് മാറി, അതായത് കറക്റ്റ് പോയിന്റിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്തായിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ. സോ ട്രിഗറിങ് സർക്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? CROയുടെ ഫിഗർ ഒന്നുകൂടെ നോക്കുക. നമ്മൾ ഈ ടൈം ബേസ് ജനറേറ്ററാണ് സോ ടൂത്ത് വേവ് ഫോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ട്രിഗറിങ് സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ CROയുടെ കേസിൽ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലോട്ടാണ് കൊടുക്കുന്നത്. വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്? ട്രിഗർ സർക്യൂട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിഗർ സർക്യൂട്ട് എന്താണ് ചെയ്യുന്നത്? ഇവിടുന്ന് വരുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെയും ടൈം ബേസ് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോ ടൂത്ത് വേവ് ഫോമിൻ്റെയും ഫ്രീക്വൻസിയെ തമ്മിൽ ലോക്ക് ചെയ്യിക്കും. ഓക്കെ, അതായത് ഫ്രീക്വൻസി ഡിഫറൻസ് ഒന്നും തന്നെ വരാൻ പാടില്ല. ആ ഫ്രീക്വൻസിയെ തമ്മിൽ മാച്ച് ചെയ്യിപ്പിച്ച് ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രിഗർ സർക്യൂട്ട് ചെയ്യുന്നത്. സോ ഇഫ് ദ ഫ്രീക്വൻസീസ് ആർ നോട്ട് മാച്ച്, ഫ്രീക്വൻസി മാച്ച് ആയില്ലെങ്കിൽ അവിടെ എന്ത് പറ്റും? നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും വേവ് ഫോമിനെ ഔട്ട്പുട്ടിൽ കാണാൻ കഴിയത്തില്ല. നമ്മൾ കാണുന്ന വേവ് ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്? അത് ഡ്രിഫ്റ്റ് ചെയ്ത്, അതായത് നമ്മൾ ഏതൊരു പോയിന്റിലാണോ വേവ് ഫോം കാണാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കാണത്തില്ല, മാറിയിട്ടായിരിക്കും കാണുന്നത്. സോ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് സ്റ്റഡി ആയിട്ട് വേവ് ഫോമിനെ കാണാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? ട്രിഗറിങ് സർക്യൂട്ടാണ്. ഓക്കെ. സോ അങ്ങനെ സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രിഗറിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രിഗറിങ് സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? ട്രിഗർ ജനറേറ്റർ പ്രൊഡ്യൂസ് എ പൾസ് ഓഫ് വോൾട്ടേജ്. ആ ഒരു പൾസ് ഓഫ് വോൾട്ടേജ് ആയിരിക്കും സ്റ്റാർട്ട് കമാൻഡ് ടു ദ ടൈം ബേസ് ജനറേറ്റർ. അതായത് ടൈം ബേസ് ജനറേറ്ററിന് സ്റ്റാർട്ട് കമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ട്രിഗർ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൾസസ് ആയിരിക്കും. ആ പൾസസിനെയാണ് ടൈം ബേസ് ജനറേറ്റർ എന്താക്കി മാറ്റുന്നത്? സോ ടൂത്ത് വേവ് ഫോം ആക്കി മാറ്റുന്നത്. ഓക്കെ. സോ ട്രിഗർ ജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക്രണൈസേഷൻ ഉണ്ട്. അതായത് ഇൻപുട്ട് വേവ് ഫോമിനെ ടൈം ബേസ് ജനറേറ്ററിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി ആയിട്ട് ലോക്ക് ചെയ്യിക്കുക. അതുപോലെ തന്നെ ഒരു പൾസ് ഓഫ് വേവ് ഫോംസിനെ ടൈം ബേസ് ജനറേറ്ററിലോട്ട് കൊടുക്കുക. ഈ രണ്ട് ഫംഗ്ഷൻസ് ആണ് ട്രിഗറിങ് സർക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. നൗ ഈ ട്രിഗറിങ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ടൈം ബേസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലോട്ട്. സോ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലോട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ ടൈം ബേസ് ജനറേറ്ററിന്റെ ആ ഒരു ഔട്ട്പുട്ടിനെ കൊടുക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയർ എന്തായിരിക്കും ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിന് കിട്ടുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ. നൗ ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം. അപ്പോൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം പറയുന്നതിന് മുമ്പ് ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റിലോട്ടുള്ള വോൾട്ടേജ് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇന്റേണൽ സോഴ്സ് വഴിയും എക്സ്റ്റേണൽ സോഴ്സ് വഴിയും കൊടുക്കാം. ഓക്കെ, അതായത് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇന്റേണൽ സോഴ്സ് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ വേവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും? വിൽ അപ്പിയർ ഓൺ ദ സ്ക്രീൻ. അതർവൈസ് ഇന്റേണൽ സോഴ്സസിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് എക്സ്റ്റേണൽ സോഴ്സ് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു സ്പോട്ട് ആയിരിക്കും നമ്മുടെ സ്ക്രീനിന്റെ സെന്ററിൽ കാണാൻ കഴിയുന്നത്.
അതായത് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലേറ്റിലോട്ട് രണ്ട് രീതിയിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഇന്റേണൽ സോഴ്സ് വഴിയും കൊടുക്കാം, എക്സ്റ്റേണൽ സോഴ്സ് വഴിയും കൊടുക്കാം. നമ്മൾ എക്സ്റ്റേണൽ മോഡ്, അതായത് എക്സ്റ്റേണൽ സോഴ്സ് വഴിയാണ് വോൾട്ടേജ് ഹൊറിസോണ്ടൽ പ്ലേറ്റിലോട്ട് കൊടുക്കുന്നതെങ്കിൽ ആ സമയത്ത് ഇന്റേണൽ സോഴ്സ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സെൻറ്റർ ഓഫ് സ്ക്രീനിൽ ഒരു സ്പോട്ടായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. എന്നാൽ നമ്മൾ ഇന്റേണൽ മോഡിനെ ഓപ്റ്റ് ചെയ്യുകയും എക്സ്റ്റേണൽ സോഴ്സിനെ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ വേവ് ഫോം എന്ന് പറയുന്നത് നമുക്ക് എവിടെ കാണാനായിട്ട് പറ്റും? സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ വേർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു വേർട്ടിക്കൽ ആംപ്ലിഫയറിലോട്ടാണെന്ന് പറഞ്ഞു. സോ ഈ വേർട്ടിക്കൽ ആംപ്ലിഫയർ ആണ് എത്രമാത്രമാണ് നമ്മുടെ ഓസിലോസ്കോപ്പിൻ്റെ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? വേർട്ടിക്കൽ ആംപ്ലിഫയർ ആണ്. സോ ദ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദി ഓസിലോസ്കോപ്പ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി vertical amplifier which is present in the vertical deflection system. ഇനി ഈ vertical amplifierന്റെ ഗെയിൻ ആയിരിക്കും എത്രമാത്രം സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു സിഗ്നലിനെ നമ്മുടെ ഓസിലോസ്കോപ്പിന്, അതായത് മെഷർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ വേർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ ആയിരിക്കും. ഓക്കെ, അതായത് ഈ വേർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ അനുസരിച്ചിട്ടിരിക്കും എത്രമാത്രം ചെറിയ ഒരു സിഗ്നലിനെ വരെ നമുക്ക് CRTയിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് CRO ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഈ വേർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ ആയിരിക്കും. ഓക്കെ, ഇനി സെൻസിറ്റിവിറ്റി ഓഫ് ദി ഓസിലോസ്കോപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗെയിൻ ഓഫ് ദി വേർട്ടിക്കൽ ആംപ്ലിഫയർ. അതായത് ഓസിലോസ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വേർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഗെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് സെൻസിറ്റിവിറ്റി കൂടും. എപ്പോൾ? വേർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ കൂടുന്നതിനനുസരിച്ച് സെൻസിറ്റിവിറ്റി കൂടും. സോ വേർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം, CROയുടെ വേർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ ഉള്ളത് എന്തൊക്കെയാണ്? ഒരു വേർട്ടിക്കൽ ആംപ്ലിഫയറും ഒരു ഡിലേ ലൈനുമാണ്. ഇതിലെ വേർട്ടിക്കൽ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് വേർട്ടിക്കൽ ആംപ്ലിഫയറിലോട്ടാണ്. ഈ വേർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്താണ്? ഈ വേർട്ടിക്കൽ ആംപ്ലിഫയർ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ CROയുടെ സെൻസിറ്റിവിറ്റി, ബാൻഡ് വിഡ്ത്ത്, കേപ്പബിലിറ്റി ഓഫ് ദ CRO, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് വേർട്ടിക്കൽ ആംപ്ലിഫയർ ആണ്. വേർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഗെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഓസിലോസ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ പവർ സപ്ലൈ. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്. 2 ടൈപ്പ് ഓഫ് പവർ സപ്ലൈ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് പവർ സപ്ലൈയും ഹൈ വോൾട്ടേജ് പവർ സപ്ലൈയും. ലോ വോൾട്ടേജ് പവർ സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആംപ്ലിഫയേഴ്സിനും ട്രിഗർ ജനറേറ്ററിനും ടൈം ബേസ് ജനറേറ്ററിനും ഒക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ എന്ന് പറയുന്നത് നമ്മളുടെ CRTക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ. ബാക്കിയുള്ള ഡിവൈസസിനെല്ലാം ലോ വോൾട്ടേജ് പവർ സപ്ലൈ ആണ്. അതായത് ഒരു 400 to 500 വോൾട്ട് ആണ്. പ്ലസ് ആണ്, +400 to +500 വോൾട്ട് ആണ് എന്തെന്ന് പറയുന്നത് ലോ വോൾട്ടേജ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ എന്ന് പറയുന്നത് -സൈൻ ആണ്. -1000 to 2200 വോൾട്ട്സിന്റെ ഒക്കെ റേഞ്ചിലായിരിക്കും നമ്മൾ ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ നമ്മുടെ CRO വർക്ക് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ CROയുടെ യൂസസ് എന്തൊക്കെയാണ്, അഥവാ ആപ്ലിക്കേഷൻസ് ഓഫ് CRO. ഓക്കെ, സോ നമ്മൾ CRO എന്താണെന്ന് പഠിച്ചു. CRO എന്ന് പറയുന്നത് ഈസ് യൂസ് ടു മെഷർ. നമുക്കൊരു വേവ് ഫോമിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ, അതിനെ ഒബ്സർവ് ചെയ്യിക്കാൻ, അനലൈസ് ചെയ്യാൻ, മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CRT, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ആൻഡ് എ പവർ സപ്ലൈ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് CRO ഉപയോഗിക്കാം. ആൻഡ് ഡിസ്പ്ലേ വേവ് ഫോംസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള വേവ് ഫോംസിനെ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും, ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് മെഷേഴ്സ് ഷോർട്ട് ഇൻ്റർവൽസ് ഓഫ് ടൈം ആൻഡ് കമ്പയർ ഫ്രീക്വൻസി. അതായത് ഇൻ്റർവൽസ് ഓഫ് ടൈം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഫ്രീക്വൻസിയെ കമ്പയർ ചെയ്യാനായിട്ടും പറ്റും.
പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും, ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോംസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും, ഷോർട്ട് ഇൻ്റർവൽസ് ഓഫ് ടൈം മെഷർ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഫ്രീക്വൻസീസ് കമ്പയർ ചെയ്യാനായിട്ടും പറ്റും. നൗ ദ മെഷർമെൻറ്റ് യൂസിങ് CRO, അതായത് CRO ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് മെഷർമെൻറ്റ് യൂസിങ് CRO എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് തന്നെ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ യുവർ സിലബസ്. സോ അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുക. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് CRO വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് DC പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം തന്നെ ടൈം ബേസിനെ അങ്ങ് ഓഫ് ആക്കും, ടൈം ബേസിനെ സ്വിച്ച് ഓഫ് ആക്കും. ഓക്കെ, അപ്പം നമുക്ക് CROയുടെ സ്ക്രീനിൽ ഒരു സ്പോട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഏതാണോ, അതായത് ഏത് DC പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ മെഷർ ചെയ്യേണ്ടത് അതിനെ നമ്മൾ Y പ്ലേറ്റിലോട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ Y പ്ലേറ്റിലോട്ട് മെഷർ ചെയ്യേണ്ട ആ ഒരു DC വോൾട്ടേജിനെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അപ്ലൈ ചെയ്യും. അപ്പം നമ്മുടെ ഈ CROയുടെ സ്ക്രീനിൽ കാണുന്ന സ്പോട്ട് ഒന്നുകിൽ മുകളിലോട്ട് മൂവ് ആവും അല്ലെങ്കിൽ താഴോട്ട് മൂവ് ആവും. ഓക്കെ, ഇനി എത്രമാത്രമാണോ ഈ ഒരു സ്പോട്ട് ഡിഫ്ലക്റ്റഡ് ആവുന്നത് അത് ഈ നമ്മൾ അപ്ലൈ ചെയ്ത DC വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ എങ്ങനെയാണ് DC പൊട്ടൻഷ്യൽ ഡിഫറൻസ് CROയ്ക്കകത്ത് മെഷർ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് DC പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ടൈം ബേസ് സർക്യൂട്ടിനെ സ്വിച്ച് ഓഫ് ചെയ്യുക, ടൈം ബേസ് സർക്യൂട്ടിനെ ഓഫ് ആക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്, ഒരു സ്പോട്ടായിരിക്കും. ഇനി നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള DC പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ Y പ്ലേറ്റിലോട്ട് അപ്ലൈ ചെയ്യുക. സോ നമ്മൾ Y പ്ലേറ്റിലോട്ട് DC പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ CROയുടെ സ്ക്രീനിൽ കാണുന്ന സ്പോട്ട് ഒന്നുകിൽ മുകളിലോട്ട് ഡിഫ്ലക്റ്റ് ആവും അല്ലെങ്കിൽ താഴോട്ട് ഡിഫ്ലക്റ്റ് ആവും. ഇനി ഇത് എത്രമാത്രം ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ അപ്ലൈ ചെയ്ത DC പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത DC പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. So in order to measure DC potential difference, first step is switch off the time base circuit. Then you can see a spot on the CRO screen. The DC to be measured is applied on the Y plate. So when we apply the DC potential difference on the Y plate, what happens is that the spot that appears on the CRO will move either upwards or downwards. So the deflection of the spot will be directly proportional to the DC voltage that is applied. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ DC പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. നൗ അത് കാണിച്ചിരിക്കുകയാണ്, അതായത് ഈ ഒരു സ്പോട്ടായിരിക്കും നിങ്ങൾക്ക് CROയുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നത്. സോ നമ്മൾ Y പ്ലേറ്റിൽ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇതിപ്പം മുകളിലോട്ടാണ് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, Y പ്ലേറ്റിലോട്ട് എത്രയാണോ DC നമുക്ക് മെഷർ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യുന്നു. സോ ഇതാണ് നമ്മളുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. നൗ AC വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യം ടൈം ബേസിനെ സ്വിച്ച് ഓഫ് ചെയ്യുക, അതിനുശേഷം നമുക്ക് CROയ്ക്കകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്പോട്ട് കാണാൻ പറ്റും. ഓക്കെ, സ്പോട്ട് കാണാൻ പറ്റും. AC സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്, അതിനെ നമ്മൾ Y പ്ലേറ്റിലോട്ട് അപ്ലൈ ചെയ്യും. ഈ സമയത്തും നമ്മളുടെ സ്പോട്ട് എന്ത് ചെയ്യും, ഒന്നുകിൽ മുകളിലോട്ട് മൂവ് ആവും അല്ലെങ്കിൽ താഴോട്ട് മൂവ് ആവും. ഓക്കെ, അതായത് ദ സ്പോട്ട് വിൽ മൂവ്, അതായത് മുകളിലോട്ടും താഴോട്ടും മൂവ് ആവും. DC ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ടായിരുന്നു മൂവ് ആവുന്നത്. എന്നാൽ ഇത് ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്പോട്ട് മുകളിലോട്ടും താഴോട്ടും എന്താവും, മൂവ് ആവും. ഓക്കെ, അതായത് എലോങ് ദ വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും മൂവ് ആവുന്നത്. സോ സ്പോട്ട് മുകളിലോട്ട് മൂവ് ആവുന്ന സമയത്ത്, അതായത് മാക്സിമം പോസിറ്റീവിലെത്തും, താഴോട്ട് മൂവ് ആവുന്ന സമയത്ത് മാക്സിമം നെഗറ്റീവ് വാല്യൂവിലും എത്തും. അപ്പം AC വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ ആ ഒരു സെറ്റപ്പാണ്. അതായത് നമ്മളെ നേരത്തെ Y ഇൻപുട്ടിലോട്ട് നമ്മൾ കൊടുത്തിരുന്നത് DC പൊട്ടൻഷ്യൽ ആയിരുന്നു. അതായത് ഈ ഫിഗർ നോക്കിയാൽ ഇവിടെ നമ്മൾ DC വോൾട്ടേജ് ആണ് കൊടുത്തത്. നമ്മുടെ സ്പോട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു, അത് മുകളിലോട്ടാണ് മൂവ് ആയത്. അത് ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ടാവും മൂവ് ആവുന്നത് DC പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവുന്ന സമയത്ത്. AC പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവുന്ന സമയത്ത് നമ്മൾ Y ഇൻപുട്ടിലോട്ട് നമ്മൾ കൊടുക്കുന്നത് AC സിഗ്നൽ ആണ്. അത് കൊടുക്കുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആവും. ഓക്കെ, സോ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആവുന്നെന്ന് പറഞ്ഞാൽ
വി പി പി ആണ് ഇതിൻ്റെ മുഴുവൻ വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഒരു പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണ് വി പി പി എന്ന് പറയുന്നത്. സോ പീക്ക് ടു പീക്ക് വോൾട്ടേജ് വി പി എന്ന് പറയുന്നത് വി പി പി ബൈ 2 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, ആ ഒരു എ സി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എ സി പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണമെങ്കിലും ടൈം ബേസ് സർക്യൂട്ടിനെ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്യുക. ടൈം ബേസ് സർക്യൂട്ടിനെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വൈ ഇൻപുട്ടിലോട്ട് നമ്മൾ എ സി സിഗ്നലിനെ പ്രൊവൈഡ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ സ്പോട്ട് മുകളിലോട്ടും താഴോട്ടും, കാര്യം നമ്മൾ കൊടുത്ത ഒരു ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ അല്ലേ, അപ്പം മുകളിലോട്ടും താഴോട്ടും, അതായത് മുകളിലോട്ട് മൂവ് ചെയ്ത് മാക്സിമം വോൾട്ടേജിലെത്തും, പിന്നെ താഴോട്ട് മൂവ് ചെയ്ത് മാക്സിമം നെഗറ്റീവ് വോൾട്ടേജിലെത്തും. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് മൂവ് ആവുന്നത്. സോ ഈ എൻറ്റയർ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആയിരിക്കും. സോ ഇത്രയും നമ്മുടെ വി പി എന്ന് പറയുന്ന ഒരു പീക്ക് എന്ന് പറയുന്നത് വി പി പി ഡിവൈഡഡ് ബൈ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എ സി വോൾട്ടേജിനെ CRO വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ വി പി പി ആണ്. വി പി പി ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് പീക്ക് വോൾട്ടേജ് കിട്ടും, അതായത് ഇത്രയും വോൾട്ടേജ്, ഈ ഒരു വോൾട്ടേജ് കിട്ടും. അങ്ങനെ നമുക്ക് എ സി വോൾട്ടേജിനെ CRO വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നൗ നമുക്ക് CROനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതായത് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ പ്ലേറ്റ്സ് ഓഫ് CRO അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും. ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡ്രോ ചെയ്യുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു CRO എന്ന് പറയുന്നത് വെച്ചിട്ട് DC വോൾട്ടേജും അതുപോലെ തന്നെ AC വോൾട്ടേജും മെഷർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് CROയെ ഒരു വോൾട്ട് മീറ്ററായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. നൗ ഇനി എങ്ങനെയാണ് CROക്കകത്ത് നമ്മൾ ഫേസും ഫ്രീക്വൻസിയും മെഷർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെ വോൾട്ടേജ് മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫേസ് ആൻഡ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിസാജസ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലിസാജസ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മെഷർമെൻറ്റ് ഓഫ് ഫേസ് ആൻഡ് ഫ്രീക്വൻസി പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസാജസ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. So, Lisage's figure can be displayed by applying 2 AC signals simultaneously to the X plate and Y plate of an oscilloscope. അതായത് എങ്ങനെയാണ് നമുക്ക് ലിസാജസ് ഫിഗേഴ്സ് അറ്റൈൻ ചെയ്യാൻ, അതായത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നത്, സൈമൾട്ടേനിയസ്ലി CROയുടെ എക്സ് പ്ലേറ്റിലോട്ടും വൈ പ്ലേറ്റിലോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എ സി സിഗ്നലിനെ സൈമിൾട്ടേനിയസ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് രണ്ട് എ സി സിഗ്നലിനെ എക്സ് പ്ലേറ്റിലോട്ടും വൈ പ്ലേറ്റിലോട്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും, ലിസാജസ് ഫിഗേഴ്സ് അപ്പോഴാണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അപ്പോൾ എന്താണ് ലിസാജസ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്, ഒരു CROയുടെ എക്സ് പ്ലേറ്റിലോട്ടും വൈ പ്ലേറ്റിലോട്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എ സി സിഗ്നലിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ CRO ഡിസ്പ്ലേ ചെയ്യുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ ലിസാജസ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ആസ് എ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഡിഫറൻസ് ആർ ഓൾട്ടേർഡ്, അതായത് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസും നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് എ സി സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസും വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ലിസാജസ് പാറ്റേൺസ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ലിസാജസ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്? വൺസ് അഗെയിൻ ദാറ്റ് if we are applying 2 AC signals simultaneously to the X plate and Y plate of the oscilloscope, it will display some sort of figures which is known as Lisage's figures, and we can vary this Lisage's figures by varying the frequency, amplitude and phase difference of these two applied AC signals. Okay, so Lisage's figures in the പല പാറ്റേൺസ് ആണ് നമുക്കിത് നമ്മുടെ CROയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്ന പല പാറ്റേൺസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യം എന്താ നിങ്ങൾ നോക്കിയേ, ഒരു സർക്കിള്. ഈ സർക്കിൾ, അതായത് ഈ ഒരു ലിസാജസ് ഫിഗർ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ് പ്ലേറ്റിലും വൈ പ്ലേറ്റിലും അപ്ലൈ ചെയ്യുന്ന രണ്ട് വേവ് ഫോംസിൻ്റെയും ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ഫേസ് ഷിഫ്റ്റും ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നത്, ഒരു CROയുടെ സ്ക്രീനിനകത്ത് സർക്കിൾ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ പല ഫ്രീക്വൻസിയിൽ, അതായത് ഫ്രീക്വൻസി വൈ പ്ലേറ്റിലെ ഫ്രീക്വൻസി 2 times എക്സ് പ്ലേറ്റിലെ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഫ്രീക്വൻസിയും ഇത് ഫ്രീക്വൻസി റേഷ്യോ ആണ്, ഫേസ് ഷിഫ്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഫ്രീക്വൻസി റേഷ്യോ 1:1 ആണ്, ഫ്രീക്വൻസി ഈക്വൽ ആണ്. ഫേസ് ഷിഫ്റ്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഈ രണ്ട് സിഗ്നൽ തമ്മിൽ 0 ഫേസ് ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ്, അതായത് ഈക്വൽ ഫ്രീക്വൻസി 0 ഫേസ് ഷിഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്. 360 ഡിഗ്രിയിൽ ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അതായത് 0 ഡിഗ്രിയിൽ എത്ര ആണോ കിട്ടിയത് അത് തന്നെ ആയിരിക്കും 360 ഡിഗ്രിയിലും കിട്ടുന്നത്. ഇനി 45 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സർക്കിള് കിട്ടും. 180 ഡിഗ്രി ആവുന്ന സമയത്ത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. 270 ഡിഗ്രി ആവുന്ന സമയത്ത് സർക്കിള് തന്നെയാണ്. 360 ഡിഗ്രി ആവുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ അതുപോലെ തന്നെ, അതായത് ഓരോ ഫ്രീക്വൻസിക്കും ഫേസ് ഷിഫ്റ്റിനും അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലിസാജസ് ഫിഗേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിസാജസ് ഫിഗർ എന്ന് പറയുന്നത്? നമ്മൾ എക്സ് പ്ലേറ്റിലോട്ടും വൈ പ്ലേറ്റിലോട്ടും സൈമൾട്ടേനിയസ് ആയിട്ട് AC സിഗ്നൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് CROയുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആക്കുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ ലിസാജസ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. പല ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിക്കും ഫേസ് ഷിഫ്റ്റിനും എല്ലാം അനുസരിച്ച് നമുക്ക് പല ഷേപ്പിലുള്ള ലിസാജസ് ഫിഗേഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ലിസാജസ് ഫിഗർ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസിയും ഫേസ് ഷിഫ്റ്റും ആംപ്ലിറ്റ്യൂഡും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതായത് എങ്ങനെയാണ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്, അതായത് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വേവ് ഫോമിന്റെ ടൈം ഇന്റർവെല് കാൽക്കുലേറ്റ് ചെയ്ത 1/t ചെയ്തിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ലിസാജസ് ഫിഗർ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു എലിപ്സ് ആണ് നമുക്ക് കിട്ടുന്ന ലിസാജസ് ഫിഗർ എന്ന് ഇരിക്കട്ടെ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു എലിപ്സ് ആണ് ലിസാജസ് ഫിഗർ കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസ് എത്ര ആണെന്ന് നോക്കും. അതായത് ഈ ഒരു ഫിഗറിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടാൻജൻസീസ് എത്ര ആണെന്ന് നോക്കും, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസ്. അതായത് ഈ ഒരു ലിസാജസ് ഫിഗറിന്റെ ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്ര ആണെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ 1/, ടൈം പീരീഡ് ചെയ്ത ഫ്രീക്വൻസി കിട്ടും, അല്ലെങ്കിൽ ലിസാജസ് ഫിഗർ വെച്ചിട്ടാണെങ്കിൽ ലിസാജസ് ഫിഗർ ഏതാണെന്ന് നോക്കുക. ആ ലിസാജസ് ഫിഗറിന്റെ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെഷർമെന്റ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. CRO വെച്ചിട്ട് AC വോൾട്ടേജും DC വോൾട്ടേജും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വി ക്യാൻ യൂസ് CRO ആസ് എ വോൾട്ട് മീറ്റർ. CRO വെച്ചിട്ട് ലിസാജസ് ഫിഗറിന്റെ സഹായത്തോടെ നമുക്ക് ഫേസും ഫ്രീക്വൻസിയും മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് CROയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താ? നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഇതിന് മെമ്മറി ഇല്ല. ഓക്കെ, അതായത് സ്റ്റോറേജ് മെമ്മറി ഇല്ല CROയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന വേവ് ഫോമിനെ കുറച്ച് നേരം അല്ലെങ്കിൽ നാളെ നമുക്കത് വീണ്ടും ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. നമുക്ക് വേവ് ഫോംസിനെ സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള മെമ്മറി CROയ്ക്കകത്ത് ഇല്ല. കാര്യം എന്താണ്? ഇതൊരു അനലോഗ് സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ആണ്, ഇതിനകത്ത് മെമ്മറി ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ഷാർപ്പ് റൈസ് ടൈം ഉള്ള ട്രാൻസിയൻസിനെ നമുക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ലോ ഫ്രീക്വൻസി ഒരു റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലൊക്കെയാണ് നമ്മൾ CROയ്ക്കകത്ത് സിഗ്നൽസിനെ അനലൈസ് ചെയ്യുന്നത്. വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ട്രാൻസിയൻ വേവ് ഫോംസിനെ നമുക്ക് CRO വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു റേഞ്ച് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, സോ വി ക്യാൻ സേ ദാറ്റ് ദ റേഞ്ച് ഓഫ് ഓപ്പറേഷൻ ഓഫ് CRO ഈസ് ലിമിറ്റഡ്. ആൻഡ് ദ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഓഫർ ഓൾ ദ കേപ്പബിലിറ്റീസ് ആർ സപ്പോർട്ടഡ് ബൈ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. അതായത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ എല്ലാ കേപ്പബിലിറ്റീസും നമ്മുടെ ഈ ഒരു അനലോഗ് കാഥോഡ് റേ ഓസിലോസ്കോപ്പിന് കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് യൂണിറ്റ് ഇല്ല, അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻസിനെ നമുക്കിതിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല, ലിമിറ്റഡ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഓസിലോസ്കോപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും
ദിസ് ബേസിക് CRO വിൽ നോട്ട് പ്രൊവൈഡ് ദോസ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പം CRO ആണ് നമ്മളിന്ന് പഠിച്ചത്. CROയെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പ്രകാരം പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പഠിച്ചു. ഫസ്റ്റ് CROയുടെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, അതിൻ്റെ ബേസിക് യൂണിറ്റ്സ് പഠിക്കുക, CRTയെ കുറിച്ച് പഠിക്കുക, ഡിഫ്ലക്ഷൻ സിസ്റ്റംസ് പഠിക്കുക, വോൾട്ടേജ് പഠിക്കുക. ഇനി CRO വെച്ചിട്ട് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും DC ആൻഡ് AC പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതെന്ന് പഠിക്കുക. ലിസാജസ് ഫിഗേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് ആൻഡ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നതെന്ന് പഠിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ ഗോ ത്രൂ ദ ടോപ്പിക്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, താങ്ക് യു.